റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഒരു ഉഴുന്നോടെ ഉണ്ടാക്കാൻ വേണം. അതിനായിട്ട് ഉഴുന്നെടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ കുതിർത്ത് വെച്ച ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. കഴുകി വാരിയെടുത്ത ഉഴുന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 150 ഗ്രാം ഉഴുന്നാണ് വെള്ളത്തിൽ ഇട്ട് കുതിർത്തെടുത്തത്. അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ജാറിലേക്ക് തവി വെച്ച് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചായിട്ട് ഇട്ട് വേണം അരച്ചെടുക്കാൻ. ഉപ്പിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. വെള്ളം ചേർക്കാതെയാണ് നമ്മളിവിടെ അരച്ചെടുക്കുന്നത്. നമുക്കിനി ഇളക്കി കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തത്. വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അരച്ചെടുക്കുകയാണ് ചെയ്തത്. ചെറിയ തരികളിലൂടെ കൂടിയാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂണൊക്കെ വെച്ച് നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം. മാവ് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ആദ്യം കരിയാപ്പിലയാണ് അരിഞ്ഞിട്ട് കൊടുത്തത്. അതിൻ്റെ പുറമെ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. കുറച്ച് മതി. കൊച്ചുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചുള്ളി അരിഞ്ഞിടുകയാണ്. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടുകയാണ്. ഇഞ്ചിയെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ചേർക്കുന്നവർക്ക് ചേർക്കാം. നമ്മൾ ചേർത്തില്ല. ഉള്ളവർക്ക് ചേർക്കാവുന്നതാണ്. കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ചൂടായി ചേർത്ത് അതിലൊക്കെ നമുക്ക് ഓരോ ഉഴുന്നുവടകൾ റെഡിയാക്കി എടുക്കാം. ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇലയിലേക്ക് മാവ് ഇട്ട് കൊടുക്കുകയാണ്. കയ്യിൽ നനയ്ക്കണം. അതുപോലെ തന്നെ ഉഴുന്നുവടകളൊക്കെ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കൊടുക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക് ഇതുകൊണ്ടാണ് പറയുന്നത്. സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾ പറയത്തില്ല. സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുകയാണ് ഇച്ചിരി നല്ലത്. ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ാണിത് റെഡിയാക്കി എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഉള്ളി വേകാൻ പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെറു തീയിൽ വെച്ചാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. വെച്ചിട്ട് കൊടുക്കുകയാണ്. രണ്ടും മൂത്തൊക്കെ വരുന്നുണ്ട്. ശേഷം ചെറു തീയിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. എന്നിട്ട് നമുക്കിനി ഇലയിലേക്ക് മാറ്റാം. റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഉഴുന്ന് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉഴുന്നവടയാണ്. വേറെ ഉഴുന്നവടയുടെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അടുത്ത ദിവസം ആ വളയും വരുന്നതായിരിക്കും. ബൈ ഗൈസ്. മുറിച്ചെടുത്തിട്ടുണ്ട്. എല്ലാവരും മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്.